വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഡെയിലി ബ്രെഡ് ഒത്തിരി പേരിങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ അച്ഛൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്നത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ പുണ്യം. പിന്നെ ചെറിയ വചനങ്ങൾ ഉടമ്പടി അധിഷ്ഠിതമായിട്ട് കേൾക്കുന്നു എന്നുള്ളതാണ്. ഉടമ്പടി നമ്മുടെ ജീവിതത്തിൽ കുറേ സംശയങ്ങൾ നമുക്കുണ്ടാവും. ഉടമ്പടി ജീവിച്ചു പോകുമ്പോഴേ പലർക്കും പലതരം സംശയങ്ങളായിരിക്കും. അപ്പോൾ അതിലൂടെ അതൊക്കെ കർത്താവ് എനിക്ക് ക്ലാരിഫൈ ചെയ്തു തരും. ഞാൻ നിങ്ങളോട് അതാത് ദിവസങ്ങളിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾക്കും ഒരു മോട്ടിവേഷൻ കിട്ടും ഉടമ്പടി മുന്നോട്ട് പോകാൻ വേണ്ടി. ഇപ്പം ഞാനിത് പറയാൻ കാര്യം അറിയാമോ, അതായത് പണ്ട് ഇപ്പം ഞാനായാലും നിങ്ങളായാലും ഒരു തിരുത്തൽ കിട്ടിയാൽ സ്വീകരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പണ്ട് നമ്മുടെ ഞാൻ കടലോര കൺവെൻഷനൊക്കെ നടത്തുന്ന കാലത്ത് കടലിൽ കൺവെൻഷൻ നടത്തുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എപ്പോഴും ഞങ്ങൾ പറയാറുണ്ടല്ലോ. അപ്പം അതിന് ആ കടലിലെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് കരയിലേക്ക് ഞാൻ വള്ളത്തിൽ ഇറങ്ങുമ്പോൾ എങ്ങനെയായാലും ഒരു 10,000-50,000 പേര് ആദ്യ ദിവസം കാണും.
പിന്നെ അത് കൂടി 2 ലക്ഷമൊക്കെ ആവും ഓരോ ദിവസം കഴിയുമ്പോൾ. പക്ഷേ ഞാനിതിനെ വളരെ കഷ്ടപ്പെട്ടൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്ത്, പക്ഷേ കർത്താവിൻ്റെ അരളിക്കായും, അരളിക്കായുടെ ഷെയ്ഡാണ്. കണ്ട അരളിക്കാണെന്ന് പറയും, പക്ഷേ അരളിക്ക നേരിട്ട് കാണിക്കത്തില്ല. പക്ഷേ അതേസമയത്ത് അവിടെ എൻ്റെ ഒരു പടം കാണിക്കുമായിരുന്നു. എന്നിട്ട് കടലോര കൃപാവരം നയിക്കുന്നത് ഫാദർ ജോസഫ് വലിയ വീട്ടിലൊക്കെ പറഞ്ഞ ബോർഡ് എന്നിട്ട് നമ്മുടെ ഈ പ്രേക്ഷിതർ കൊണ്ടുപോയി ഭിത്തിയിലൊക്കെ ഒട്ടിച്ചു വെക്കും. ഇവിടെ നാട്ടിലെ ഭിത്തിയിലൊക്കെ ഒട്ടിച്ചു വെക്കും. ഒരു ദിവസം അന്നത്തെ ആലപ്പുഴ ബിഷപ്പ് പീറ്റർ പിതാവാ എങ്ങനെയോ ഇത് വഴിയെ പോകുമ്പോൾ ഇത് കണ്ട ഉടനെ പിറ്റേ ദിവസം എന്നെ വിളിപ്പിച്ച്. പുള്ളി അങ്ങനെ ആവശ്യമില്ലാത്ത വിഷയങ്ങളൊന്നും അമിതമായിട്ട് ഇടപെടുന്ന ആളല്ല. വളരെ ഗ്രീവിയസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം ഇടപെടണത്. അപ്പം ഇത് എന്നെ വിളിപ്പിച്ച് ചോദിക്കണേ, നിങ്ങളെ തന്നെ കച്ചവടം ചെയ്യണമെന്ന് തോന്നുന്നു. എനിക്കന്ന് അതിൻ്റെ അർത്ഥമൊക്കെ ഒന്നും മനസ്സിലായില്ലായിരുന്നു. ഇപ്പം നമുക്ക് അതിൻ്റെ അർത്ഥം കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതായത് നമ്മളെ തന്നെ പ്രൊമോട്ട് ചെയ്യണം പോലെയാണ് ബിഷപ്പിനത് തോന്നിയത്. ഞാനങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ പബ്ലിക്കിന് വേണ്ടിയല്ലേ ഇത് ചെയ്യണത്. അപ്പോൾ പബ്ലിക് അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നതിനേക്കാളും മോശമായിട്ടല്ല എൻ്റെ ഇഫക്റ്റ് വരണത്. ഞാനത് റെക്ടിഫൈ ചെയ്യാമെന്ന് പറഞ്ഞ് പിതാവിൻ്റെക്ക് എന്ന് പറഞ്ഞു പോന്നു, കറക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നീട് ഞാനത് കറക്റ്റ് ചെയ്യുകയും ചെയ്തു. ആ പോസ്റ്റ് പിന്നെ ഇറക്കില്ല. അതല്ല അതിൻ്റെ വിഷയം വരണതേ. ഇപ്പോൾ നമ്മളുടെ ഈ ഉടമ്പടിയുടെ ഒത്തിരി പ്രേക്ഷിത പ്രവർത്തനം വരുന്നുണ്ടല്ലോ. ഇപ്പോൾ ഈ കേരളത്തിൽ 100 ആതുരാലയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആതുരാലയങ്ങൾക്കെല്ലാം ഇപ്പോൾ കുശാല. എന്താ കാര്യം? അവരുടെ ഭാഗത്ത് എവിടെയെങ്കിലും ഉടമ്പടി എടുത്തിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആതുരാലയത്തിൽ ചെന്ന് പാത്രം കഴുകുകയും രോഗികളെ കുളിപ്പിക്കുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്യും. പല ആതുരാലയങ്ങളും എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ, വെച്ചാൽ ഉടമ്പടിക്കാർ വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങളെ സഹായിച്ചത്. അപ്പോൾ അത് വലിയ കാര്യമാണ്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ളത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതായത് കർത്താവിൻ്റെ പ്രേക്ഷിത പ്രവർത്തനമാണ് നമ്മൾ ഏറ്റെടുത്ത് ചെയ്യണത്. പക്ഷെ ആ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ചുള്ള ചോദ്യമുണ്ട്. എന്താ ചോദ്യം? അത് ഐസയ 6 ആ ഐസയായോട് കർത്താവ് ചോദിക്കുന്നുണ്ട് അല്ലേ? ഒരു സ്വർഗീയമായ കാഴ്ച, കെറൂബുകൾ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ അവരുടെ ചിറകുകളിങ്ങനെ ഒലയുമ്പോൾ പെരുവെള്ളം ഇരയുന്ന പോലെ തോന്നുന്നു. ഭയങ്കര സുഗന്ധാഭിഷേകത്തിൻ്റെ ഒരു ധൂമ്ര പുക മേഘങ്ങൾ നിറയുന്നു. അതിൽ സ്വർണാങ്കിതനായി ആരൂഢനായി സിംഹാസനസ്ഥനായിരിക്കുന്ന ദേവപിതാവിൻ്റെ തിരുസന്നിധാനം ഇങ്ങനെ ഐസയ കണ്ട് പരിഭ്രമിച്ചു, പേടിച്ചു, സങ്കടപ്പെട്ടു വീണു. ഞാൻ പാപിയാണ്, പാപികളുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന ആളാണ്, എനിക്ക് കാഴ്ച പോലും താങ്ങാൻ പറ്റണില്ലെന്ന് പറഞ്ഞു. അവനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അൾത്താറയിൽ എരിയുന്ന കുന്തിരിക്ക കലശത്തിൽ നിന്ന് കൊടിൽ കൊണ്ടൊരു മലാഖ വന്ന് കനലെടുത്ത് ഇവൻ്റെ നാവിൽ വെച്ചിട്ട് പറഞ്ഞു, നീ ശുദ്ധിയുള്ളവനായിരിക്കുമെന്ന് പറയും. മലാഖ ഒന്നും പറഞ്ഞില്ല, അതാണ് എൻ്റെ അർത്ഥം, നീ ശുദ്ധിയുള്ളവനായിരിക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എൻ്റെ മക്കളെ, നിങ്ങൾ നിങ്ങളുടെ അവിശ്വസ്തത ഓർത്തുകൊണ്ട് അശുദ്ധത ഓർത്തുകൊണ്ട് അമിതമായിട്ട് നിങ്ങൾ ആശങ്കപ്പെടരുത്. അപ്പോൾ കർത്താവ് പറഞ്ഞത് അങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യമുണ്ട്. ആശങ്കയല്ല വേണ്ടത്. ദൈവത്തിൻ്റെ ഒരു വാക്കുകൊണ്ട് നീ വിശുദ്ധനാകാൻ നിനക്ക് പറ്റും എന്നുള്ള ആത്മവിശ്വാസമാണ് വേണ്ടത്. ആശങ്കയല്ല വേണ്ടത്, ആത്മവിശ്വാസമാണ് വേണ്ടത്. അതാണ് ഈശോ പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കും. അപ്പോൾ മനസ്സിലായില്ലേ, കനല കൊണ്ടുവന്നിരിക്കുന്നത് കനലല്ല, വചനമാണെന്നല്ല എൻ്റെ അർത്ഥം. വചനത്തിൻ്റെ കനൽ രൂപമാണ് ഈശോ യേശയ്യായുടെ നാവിൽ തുടർന്നത്. പക്ഷേ ഈശോൻ്റെ കാലം വന്നപ്പോൾ
പറഞ്ഞത് അത് വചനമല്ല, കനലല്ല, വചനമാണ്. വചനം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് പൊള്ളും, നാവിൽ മാത്രമല്ല. വചനം സത്യസന്ധമായിട്ട് വചനം സ്വീകരിച്ചാൽ നമുക്ക് പൊള്ളും. കാര്യം എന്താ? നമുക്ക് നഷ്ടമല്ലേ വരത്തുള്ളൂ, ലാഭം വരുക. വചനം കനലാണെന്ന് പറയാൻ കാര്യം സത്യസന്ധമായ വചനം സ്വീകരിച്ചാൽ നമുക്ക് പൊള്ളും. ഉടമ്പടി നമുക്ക് പൊള്ളും ശരിക്കും. എന്തുകൊണ്ടാണ്? അത് നമ്മൾ കർത്താവിൻ്റെ വചനം നടപ്പിൽ വരുത്തുക, അവൻ പറയണ പോലെ ചെയ്യാൻ. അപ്പം അവിടെ വരുന്നൊരു വിഷയം, ആരെനിക്ക് വേണ്ടി പോകുന്നല്ലേ? നിങ്ങൾ പോകുന്നുണ്ടേ, ആതുരാലയങ്ങളിൽ പോകുന്നു, അനാഥാലയങ്ങളിൽ പോകുന്നു, ആശുപത്രികളിൽ പോകുന്നു, അതുപോലെ തന്നെ ചിലർ പാലിയേറ്റീവ് കെയറിൽ പോകുന്നു. ഇന്നാളൊരു സഹോദരി പറഞ്ഞു, ഞാൻ പാലിയേറ്റീവ് കെയറിലാണ്, എപ്പോൾ അവിടുത്തെ രോഗികളെ കുളിപ്പിക്കാൻ പോകുന്നു. പാലിയേറ്റീവ് കെയറിലെ അവസ്ഥ അറിയാമല്ലോ, ആരും പറയേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നമ്മളത് വലിയൊരു കാര്യമായിട്ട് ചെയ്ത് സന്തോഷിക്കും. പക്ഷേ അതിൻ്റെ ബേസിക് എന്താണ് ശരിക്കും പറഞ്ഞാൽ? ആർക്ക് വേണ്ടിയാണ് ഈ പാലിയേറ്റീവ് കെയറിൽ പോണത്? ആർക്ക് വേണ്ടിയാണ് ആതുരാലയത്തിൽ പോണത്? ആർക്ക് വേണ്ടിയാണ് കാരുണ്യഭവനങ്ങളിൽ പോണത്? എല്ലാം നമുക്ക് വേണ്ടിയല്ലേ? നമ്മുടെ വിസ പ്രോസസ് ചെയ്യാൻ, നമ്മുടെ PR കിട്ടാൻ, നമ്മുടെ കുടുംബത്തിൻ്റെ ജപ്തി മാറാൻ. ഇത് ഒരു ഉടമ്പടി ബന്ധം ദൈവം ഉദ്ദേശിക്കുന്നില്ല. എന്താ കാര്യം? ആരെനിക്ക് വേണ്ടി പോകുമെന്നുള്ളതാണ്, അല്ലാതെ നമുക്ക് വേണ്ടി പോകുന്നതല്ല. നമ്മൾ പോണ പല കാരുണ്യ പ്രവൃത്തിയും നമുക്ക് വേണ്ടി പോവുകയാണ് നമ്മൾ. അതാണ് ഉടമ്പടിയിൽ നല്ലവണ്ണം പ്രവർത്തികൾ ചെയ്യുന്നവരും അതിൻ്റെ സ്വിച്ചിങ് കറക്റ്റല്ലാത്ത കാരണം അവരുടെ അത് അവർ പവറാകുന്നില്ല. എന്താ കാര്യം? അവരാ ചെയ്യണ കാര്യം അവരുടെ കാര്യങ്ങളുടെ ഇൻറ്റൻഷന് വേണ്ടിയാണ് ചെയ്യണത്. അങ്ങനെ ഉടമ്പടിയിലുള്ള ഒരാളിനെ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഉടമ്പടി ദൈവമായിട്ടല്ല ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ആ വചനം എടുത്ത് ആരെനിക്ക് വേണ്ടി പോകുന്നുള്ളത്. യെശയ്യാ 6:8. യെശയ്യാ 6:8. അതിനുശേഷം കർത്താവ് അരുൾ ചെയ്യുന്നത് ഞാൻ കേട്ടു. ആരെയാണ് ഞാൻ അയക്കേണ്ടത്? ആരാണ് നമുക്ക് വേണ്ടി പോവുക? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ എന്നെ അയച്ചാലും. കർത്താവിനോട് ഇതാ ഞാൻ എന്നെ അയച്ചാലും, ഞാൻ എൻ്റെ വിസ പ്രോസസ് ചെയ്യാനോ എൻ്റെ മകളുടെ എൻ്റെ കല്യാണം വെക്കാനോ വേണ്ടിയല്ല. അത് അവിടെ ഒരു വശമാണത്. അത് ഞാൻ നിന്നെ ഏൽപ്പിച്ചു ഓൾറെഡി. ഞാൻ ചെയ്യണ കാര്യങ്ങളെല്ലാം അതുമായിട്ട് ബന്ധമില്ല. അത് ഞാൻ ചെയ്യണ കാര്യം എന്താണ്? നിനക്ക് വേണ്ടി ഞാൻ പോവുകയാണ്. നിന്നെക്കുറിച്ചുള്ള ഓർമ്മയും നിൻ്റെ രാജ്യം ഈ ഭൂമിയിൽ വരാൻ വേണ്ടിയുള്ള ആഗ്രഹവും നിൻ്റെ വാക്ക് പാലിച്ചുകൊണ്ട് നിന്നെ സ്നേഹിക്കുന്നുവെന്ന് എനിക്ക് ഉറപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ നിനക്ക് വേണ്ടി പോവുകയാണ്. ആ ഒരു ഫോർമാറ്റിലേക്ക് ഇത് റീചേഞ്ച് ചെയ്ത് വരണം. പാളം തെറ്റി കിടക്കുന്ന ഉടമ്പടികൾ പാളത്തെ കൊണ്ടുവരുന്നത് അങ്ങനെയാണ്. ആരെനിക്ക് വേണ്ടി പോകും, ഞാൻ കർത്താവിന് വേണ്ടി പോകുന്നൊരു വ്യക്തിയാണെന്ന് ഈ പത്രം കൊടുക്കാൻ പോകുമ്പോഴും, മറ്റുള്ളവർക്ക് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുമ്പോഴും, മറ്റുള്ളവർക്ക് വേണ്ടി അതിരാലയങ്ങളിൽ പോകുമ്പോഴും ഓർക്കുക, ഇത് നിനക്ക് വേണ്ടിയല്ല, കർത്താവിന് വേണ്ടിയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും. കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തുതിച്ച്. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപയുടെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥം ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമത്തിൽ നിർവീര്യമാകട്ടെ. ഇന്നത്തെ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികളെ മനസ്സിൽ കാണുക, ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ മനസ്സിൽ കാണുക. ആരുടെയെങ്കിലും തരത്തിലുള്ള നീരസമോ സങ്കടമോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഭയമോ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ആ മേഖലകളിലെല്ലാം പരിശുദ്ധമ്മ തൻ്റെ നീല മേലങ്കിയാൽ അങ്ങയുടെ മക്കളെ പൊതിഞ്ഞ് പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന. ഇന്നത്തെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിക്കൊണ്ട് നിങ്ങൾ രാത്രി തിരിച്ചു വരുമ്പോഴേ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും
ആ വേദന, ആ ഗ്യാസ് താഴോട്ട് പോയി, എവിടെയോ പോയെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞില്ല. കൂടാതെ ഞങ്ങൾ വലിയ ആഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ്. ഞങ്ങൾക്ക് ഒരു മിഷൻ പ്രവർത്തനം, മിഷന് വേണ്ടിയിട്ട് മിഷന് പോയി ജോലി ചെയ്ത് ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു വരം തരണമെന്ന്. പക്ഷെ ഞങ്ങളത് നേരത്തെ പോയിക്കൊണ്ടിരുന്ന, പക്ഷേ എന്തോ സാഹചര്യം കൊണ്ട് ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നം കൊണ്ട് ഞങ്ങൾ ഡൗൺ ആയിപ്പോയി. വീണ്ടും ഞങ്ങളതിനെ ഒന്ന് പുതുക്കി തരണമേ എന്ന് മാതാവിനോട് ഞങ്ങൾ പ്രാർത്ഥിച്ച വരം. അത് കാരണം ഞങ്ങൾക്ക് അഗർത്തലയിൽ ഞങ്ങൾക്ക് വരുന്ന മാസം ഞങ്ങൾക്ക് പോകാൻ ഞങ്ങൾക്ക് ടിക്കറ്റും ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്, മിഷന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പോകാനുള്ള വരം. അങ്ങനെ പരിശുദ്ധ അമ്മയോട് പിന്നെ എൻ്റെ പേരക്കുട്ടി, എനിക്കൊരു പേരക്കുട്ടിയുണ്ട് 4 വയസ്സുള്ളത്. അപ്പോൾ ഞങ്ങൾ ഈ ഉടമ്പടി തൈലം എടുത്ത് പൂശുകയും അല്ലെങ്കിൽ തേനൊക്കെ തൊട്ട് നാവിൽ തൊട്ടുക. അവൾക്ക് ഭയങ്കര വിശ്വാസമാണ്. നമുക്ക് എപ്പോഴും വയറ്റുവേദന ഉണ്ടാവും, കഫക്കെട്ടലും ഉണ്ടാവും, ചുമയുണ്ടാവും. അപ്പോൾ അവൾ പറയും, മമ്മി ഡാഡി എനിക്കൊരു ശകലം തേനുണ്ട്, എൻ്റെ വായിലൊന്ന് വെച്ചതാ, ഞാനൊന്ന് ഉറങ്ങട്ടെ, അല്ലെങ്കിൽ ചുമ വരുമ്പോഴും അസുഖങ്ങൾ വരുമ്പോഴും. അങ്ങനെ ആ കുഞ്ഞിനും ഭയങ്കര വിശ്വാസം പരിശുദ്ധ അമ്മയോടുണ്ട്. ഇതും എനിക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ വഴി, എൻ്റെ വഴി നീളെ എനിക്ക് നടത്തിക്കൊണ്ട് തന്ന പരിശുദ്ധ അമ്മ വഴിയായി ഈശോനാഥന് നന്ദിയും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ അർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയോട് നമ്മൾ ഒരു ചെറിയ പൂവ് ചോദിച്ചാൽ മതി, അമ്മ നമുക്ക് പൂന്തോട്ടം തരുമെന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് അനുഭവവേദ്യമാക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് മേരി ജൂണി വർഗീസ്. ഞാൻ വളന്തുരുത്തിൽ നിന്ന് വരുന്നു. ഞാനൊരു അധ്യാപികയാണ്, ഹിന്ദിയാണ്. കഴിഞ്ഞ ജനുവരിയിൽ എനിക്കൊരു ചെറിയൊരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു. എൻ്റെ കാലിൻ്റെ ലിഗ്മെൻറ്റ് സ്ക്രാച്ചായി, നിർദോഷമായി, എനിക്കൊട്ടും നടക്കാൻ പറ്റാതെയായി. ആയുർവേദ ഹോസ്പിറ്റലിൽ കാണിച്ചു. അലോപ്പതിയിൽ പോകാണ്ടിരുന്നത് ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് മനസ്സിലായതുകൊണ്ടാണ് ആയുർവേദ ഹോസ്പിറ്റലിൽ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു അലോപ്പതിയിലാണെങ്കിൽ ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്ത് സ്ക്രൂ ഇടേണ്ടതാണ്. ആയുർവേദത്തിൽ കുറച്ച് സമയം എടുക്കും, 6 മാസം വരെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. ശേഷം 2.5 വർഷത്തോളം ഫൈബർ സ്റ്റിക്കുള്ള നീ സപ്പോർട്ട് ഇട്ടിട്ട് നടക്കണം. ഈ ആക്സിഡൻറ്റിന് ശേഷം എൻ്റെ കാല് സ്കിഡ് ആവുന്നുണ്ടായിരുന്നു. എൻ്റെ ബാക്കിലെ റൈറ്റ് ലെഗിൻ്റെ ബാക്കിലെ ലെഗ്മെൻ്റാണ് സ്ക്രാച്ച് ആയിരുന്നത്. ഇങ്ങനെ ഞാൻ കൃപാസനം പത്രം എനിക്ക് കിട്ടുകയും ഞാൻ അതിൽ യൂട്യൂബിലൂടെ ഏപ്രിൽ 29-ാം തീയതി ഞാൻ ഏപ്രിൽ 27-ാം തീയതി ഒന്ന് നടന്നു നോക്കി. എന്നോട് ഡോക്ടർ നടക്കരുതെന്ന് പറഞ്ഞിരുന്നു. നടന്നു. എനിക്ക് കാലിൻ്റെ വേദന കൂടി. 28-ാം തീയതിക്ക് നല്ല വേദനയായിരുന്നു. 29-ാം തീയതി ഞാൻ കൃപാസനം പത്രം കിട്ടുകയും ഞാൻ യൂട്യൂബിൽ കയറി ഒത്തിരി സാക്ഷ്യം. ഫസ്റ്റ് ഞാൻ കണ്ട സാക്ഷ്യം ഒരു ലെഗ്മെൻറ്റ് സ്ക്രാച്ചായിട്ട് ഓപ്പറേഷൻ ചെയ്തു, എന്നിട്ടും 2.5 വർഷത്തോളം വാക്കർ ഉപയോഗിച്ച് നടക്കണമെന്നും ഉടമ്പടി എടുത്തതിന് ശേഷം യാതൊരു കുഴപ്പമില്ലാതെ സുഖപ്പെട്ടു എന്നുള്ള സാക്ഷ്യമാണ് ഞാൻ ആദ്യം കേട്ടത്. അതെനിക്ക് ഭയങ്കര വിശ്വാസമായി. ഞാൻ വളരെയധികം വിശ്വസിച്ച് ഒത്തിരി സാക്ഷ്യം കേട്ടു. അച്ഛൻ്റെ ഒത്തിരി ടോക്ക് കേട്ടു. അതിലൂടെ ലൈറ്റ് ക്യാൻഡിൽ പ്രെയറിനെ കുറിച്ച് ഞാൻ അറിഞ്ഞു. ഞാൻ രാത്രി 29-ാം തീയതി രാത്രി ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു. 30-ാം തീയതി വെളുപ്പിന് 5:30 പ്രദക്ഷിണ പ്രാർത്ഥന ചൊല്ലി അന്ന് ഉപവസിച്ചു. ലൈവായിട്ട് അച്ഛൻ്റെ ധ്യാനം കൂടി. ഉച്ചയായപ്പോൾ രോഗസൗഖ്യത്തിൻ്റെ ആരാധനയുടെ സമയത്ത് അച്ഛൻ പറഞ്ഞു വേദനയുള്ള ഭാഗങ്ങളിൽ, രോഗമുള്ള ഭാഗങ്ങളിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് അൾസറിൻ്റെയും ഒക്കെ ഒത്തിരി പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് എണ്ണിയപ്പോൾ ഞാൻ മനസ്സിലോർത്ത് ദൈവമേ 5 സ്ഥലങ്ങളിലാണല്ലോ എനിക്ക് കുഴപ്പമുള്ളത്, ഞാൻ ഈ 5 സ്ഥലത്ത് എങ്ങനെയാണ് കൈവെക്കുന്നത്? അപ്പോൾ അച്ഛൻ ഇവിടെ വിളിച്ചു പറഞ്ഞു ചിലവർക്ക് 5 രോഗങ്ങൾ വരെ ഉണ്ടാവാം, അവിടെ മാറി മാറി കൈവെക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചു. എൻ്റെ കാല് അത്രയും നേരം വിങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു വേദന കൊണ്ട്. ഒരു 5 നിമിഷത്തിനുള്ളിൽ എൻ്റെ കാലിന് ആ വേദന മാറുകയും ഞാനപ്പോൾ ഒത്തിരി നന്ദി പറഞ്ഞു, ഈശോയോട് നന്ദി പറഞ്ഞു. ഞാൻ മുട്ടുകുത്താൻ ശ്രമിച്ചു, പക്ഷെ എനിക്ക് മുട്ടുകുത്താൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ അടുത്ത ഞായറാഴ്ച ഞാൻ വന്നോളാം, എന്നിട്ട് ഞാൻ അമ്മയുടെ മുമ്പിൽ മുട്ടുകുത്താം, എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിച്ചു. ഞങ്ങൾ ഞായറാഴ്ച ഇവിടെ വന്നു. പക്ഷേ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു, എനിക്ക് മുട്ടുകുത്താൻ പറ്റിയില്ല. പക്ഷേ ഞാൻ അഡോറേഷൻ ചാപ്പലിൽ ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തി. എൻ്റെ വേദന സുഖപ്പെട്ടു. എനിക്കൊരു എയർ കണ്ടീഷൻ റൂമിൽ കയറിയ ഫീലിംഗ് ആയിരുന്നു ഈശോൻ്റെ അടുത്തോട്ട് കയറിയപ്പോൾ. അങ്ങനെ എൻ്റെ കാല് സുഖപ്പെട്ടു.
പിന്നെ അടുത്ത എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ചിരുന്നതാണ്. എൻ്റെ ഭർത്താവിന് കാലിലൊരു വെരിക്കോസ് ഉണ്ടായിരുന്നു, ചെറിയ ഞരമ്പാണ്, ഒത്തിരി ഉണ്ടായിരുന്നു. അത് ഉടമ്പടി എടുത്ത് അന്ന് തൊട്ട് ഉടമ്പടി തൈലം തേച്ച് രാത്രി കിടക്കുന്നതിന് മുൻപ് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പോൾ ഒരു 95% അത് കാണാനില്ല. ഇനി ഒരു ചെറിയൊരു 2-3 ഞരമ്പ് കൂടെ ഉള്ളൂ അത് പോകാനായിട്ട്. പിന്നെ അടുത്ത ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നത് തന്നെയാണ്. എനിക്ക് 7 വയസ്സുള്ള ഒരു മകനുണ്ട്, 2 മക്കളുണ്ട്. 7 വയസ്സുള്ള എൻ്റെ മൂത്ത മോൻ, അവന് ഭയങ്കര ഹൈപ്പർ ആക്ടിവിറ്റിയാണ്. ആൻറ്റിബയോട്ടിക്സ് കഴിച്ചതിൻ്റെ ഒരു സൈഡ് എഫക്റ്റാണ്.